അതെ, ഒരു മുജാഹിദും ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പ്രസംഗിച്ചിട്ടുമില്ല, എഴുതിയിട്ടുമില്ല. അതെ, ഒരു മുജാഹിദും ശിർക്കിലേക്ക് പോവുകയോ അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയോ ചെയ്തിട്ടുമില്ല. അത് ഒരാൾക്കും തെളിയിക്കുവാനും സാധ്യവുമല്ല. നന്ദി സലഫി മസ്ജിദ് പൂട്ടി താക്കോൽ നൽകാം, പൊതുവേദിയിൽ നിന്നും വിട്ടുനിൽക്കാം എന്നെല്ലാം ധൈര്യസമേതം മടവൂരികളെയും സമസ്തക്കാരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഹനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരും പ്രസംഗിച്ചത് നാം കണ്ടുകഴിഞ്ഞു. ഈ വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്ക നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബിക് കോളേജിൽ കൊണ്ടുവന്നു തരും. ഏതെങ്കിലും ഒരു ഉദ്ധരണി എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്തുദ്ധരിച്ച് കോട്ടിവാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അള്ളയല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്നീ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്നീ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. ചുരുക്കത്തിൽ, ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ഒരു മുജാഹിദും പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടില്ല എന്ന സത്യം നിസ്സംശയം കേരള മുസ്ലിങ്ങൾ ഈ ഇസ്ലാഹി പണ്ഡിതന്മാരിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കി. ജിന്ന് വിവാദത്തിന് കാരണമായ 2007 ഏപ്രിൽ മാസത്തിൽ പുറത്തിറങ്ങിയ ഇസ്ലാഹ് മാസികയിലെ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ഷിർക്കില്ലെന്ന് പ്രസംഗിച്ച് നടന്നവർ 2012 ആ നിലപാടിൽ നിന്നും പെട്ടെന്ന് മാറി. 2007 ജബ്ബാർ മൗലവി എഴുതിയത് ഷിർക്ക് തന്നെയാണെന്ന് മൂവർ സംഘം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇസ്ലാഹി കേരളത്തെ ഞെട്ടിപ്പിച്ച ഇവർ ഇക്കാലമത്രയും മുജാഹിദുകളെ വഞ്ചിക്കുകയായിരുന്നു. കാരണം ഷിർക്കല്ല എന്ന് കൊട്ടിഘോഷിച്ചവർ തന്നെ അതിൽ ഷിർക്കുണ്ടെന്ന് തങ്ങൾക്ക് മുമ്പേ മനസ്സിലായിരുന്നുവെന്നും അത് മൂടിവെച്ച് ന്യായീകരിച്ചുവെന്നും ഇപ്പോൾ പറയുന്നു. നഊദു ബില്ലാഹ്. മുജാഹിദ് പ്രസ്ഥാനം ഖുർആനും സുന്നത്തുമനുസരിച്ച് നിലകൊള്ളുന്ന പ്രസ്ഥാനം. അതിന് പുതുതായി ഒന്നും കെട്ടിയുണ്ടാക്കി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനില്ല. അകത്തൊന്ന് പുറത്തു മറ്റൊന്ന് എന്ന നിലപാട് മുജാഹിദുകളുടേതല്ല. ഈ യാഥാർത്ഥ്യം അനസ് മുസ്ലിയാരിലൂടെ നമുക്ക് ശ്രവിക്കാം. പുറത്തൊന്നും അകത്ത് വേറൊന്നും എന്ന നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല. പുറത്തൊന്നും അകത്ത് വേറൊന്നും എന്ന നിലപാട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കുന്ന ആചാരങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാനവ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച
റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ വിശദീകരിച്ച കാര്യങ്ങളാണ്. പുതുതായി ഒരു ഗവേഷണം നടത്തി ആരും പറയാത്തത് പറയുക, ആരും കേൾക്കാത്തത് അവതരിപ്പിക്കുക എന്ന നിലപാട് മുജാഹിദുകൾക്കില്ല. മുജാഹിദുകൾക്ക് അകത്തൊന്ന് പുറത്തു മറ്റൊന്ന് എന്ന നിലപാടില്ല എന്ന് പറഞ്ഞ അതേ മുസ്ലിയാർ തന്നെ അതേ വേദിയിൽ വെച്ച് വിവാദ വിഷയത്തിൽ പറഞ്ഞത് കേൾക്കുക. എന്നിട്ട് ഇയാൾ ഒരു വലിയ കളവ്, ഒരു വലിയ ബഡായി. എന്താ ബഡായി എന്നറിയോ? കേട്ടോളൂ, അദ്ദേഹം ഒരു വലിയ ബഡായി പറയാൻ. മുജാഹിദ് പ്രസ്ഥാനം രാത്രി മാത്രമേ പകലും ജിന്നിനോട് സഹായം ചോദിക്കാന്നാണ് പിശാചിനോട് ചോദിക്കാന്ന് പറയുന്നത്. ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയിൽ ഒരാൾ അകപ്പെട്ടു. മരുഭൂമി എന്ന വലിയ കേസാണ്. നമ്മുടെ നാടിന്റെ മാതിരി മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല, മരിച്ചു പോകുന്നേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം വെച്ചാൽ മരുഭൂമിയാണ് ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ്. ഒരു ആരും തുണച്ചുണ്ടാവില്ല, റോഡുമില്ല, വഴിയില്ല, മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശം. റോഡ് അറിഞ്ഞില്ലെങ്കിൽ, വഴി അറിഞ്ഞില്ലെങ്കിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ തൽക്കാലം സഹായം കിട്ടണമെങ്കിൽ പണ്ടൊക്കെ മുജാഹിദ് പറഞ്ഞ അള്ളാനോടല്ല മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ലതാ. ഇപ്പൊ പറഞ്ഞത് അള്ളാനോടും പ്രാർത്ഥിക്കാം, ജിന്നിനോടും പ്രാർത്ഥിക്കാം, പിശാചിനോടും പ്രാർത്ഥിക്കാം, മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ ഇപ്പൊ പറയുള്ളൂ. കളവ്. ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കാം, ജിന്നിനോട് പ്രാർത്ഥിക്കാം, പിശാചിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവ് ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? അതോട്ട് ഇങ്ങനെ നടക്കരുത്. വല്ലാണ്ട് കളവേ പറയൂ, അതേ ശീലിച്ചിട്ടുള്ളൂ. ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം. ആ നിലപാട് ശരിയല്ല. ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദുകൾ പറഞ്ഞത്രേ. അങ്ങനെ വാദിക്കണത്രേ. ശൈത്താനോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ. നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ? ഇല്ല. എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ. ഉദ്ധരിക്കുന്ന വാചകം എന്താ കേട്ടോളൂ. അവർ പറഞ്ഞെന്താ വെച്ചാൽ അപ്പൊ കുടുങ്ങിയാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളും, ജിന്ന് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്, പിശാച്ച് വഴി കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയുടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, മനുഷ്യൻ, മലക്ക്, ജിന്ന്, എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം അതിലില്ല, അതുകൊണ്ടത് ശിർക്കല്ല. ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയുടെ മുസ്ലിം സഹോദരന് പിശാചിനോട് വഴി കാണിച്ചു തരാൻ, ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാനാണ് പറയുന്നത്. കണ്ടോ? ആ വാചകം കോട്ടിവാട്ടുകയാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? ആ വാചകത്തിൽ അതിൽ നിന്ന് എവിടുന്നാ കിട്ടിയത്? ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാ കിട്ടിയത്? കണ്ടോ? ആ വാചകം കോട്ടിവാട്ടുകയാണ് അദ്ദേഹം. ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു. ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ, ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം. അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ, എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, എന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത്. എങ്കിൽ അത് ശിർക്കല്ല, അബൗദികമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമല്ല. എന്താ തെറ്റതില്? 2007 ഏപ്രിൽ മാസത്തിലെ ജബ്ബാർ മൗലവിയുടെ ലേഖനത്തിൽ ഷിർക്കില്ലെന്ന് 2012 വരെ വിവിധ വേദികളിൽ പ്രചരിപ്പിച്ച് നടന്ന മുസ്ലിയാർ അത് ഷിർക്ക് തന്നെയായിരുന്നുവെന്ന് 2012 മാറ്റിപ്പറയുന്ന കപടമുഖം കാണുക. നന്നാക്കുന്നു ഞങ്ങളുടെ നിലപാട്. ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്രഹു പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ നന്നാക്കുന്നു ഞങ്ങളുടെ നിലപാട്. ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട്. അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്രഹു പ്രഖ്യാപിക്കുകയാണ്. സുഹൃത്തെ, ഉണർന്നു ചിന്തിക്കുക. ഈ ഇരട്ടത്താപ്പ് ഇദ്ദേഹത്തിന് യോജിച്ചതാണോ?
മുജാഹിദുകൾ അത് പിന്തുടരണോ തീരുമാനമെടുക്കുക. ഇനി ഇതേ മുസ്ലിയാർ തന്നെ ഈ വിഷയത്തിൽ മൂവർ സംഘത്തിന് വേണ്ടി തൗബ ചെയ്യുന്നത് കേൾക്കുക. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജംഇയ്യത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട് അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനൂ, നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനൂ, വ്യക്തമാക്കുക. ഫഉലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹു പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹു പറയാണ് ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കോടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങളിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. എന്നാൽ ഈ തൗബയെ ഇസ്ലാഹി പണ്ഡിതർ പിടികൂടിയപ്പോൾ താൻ തൗബ ചെയ്തിട്ടില്ലെന്നും അത് ദുരാരോപണമാണെന്നും തുറന്നടിക്കുന്ന ദൃശ്യം വളരെ ദയനീയം തന്നെ. ശരിയാണ്, ഞാൻ ന്യായീകരിച്ചിട്ടുണ്ട്. അതിന് തക്കതായ കാരണമുണ്ട്, വെറുതെ ന്യായീകരിച്ചല്ല. അത് ചില ആളുകൾ നിങ്ങൾ ഇതൊക്കെ തെറ്റാന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാണ് ന്യായീകരിച്ചത്? അത് ശരിയല്ലല്ലോ. പിന്നെ തൗബ ചെയ്തു എന്നാണ്, അതും വേറൊരു തട്ടിപ്പാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തൗബ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ ഒരു തട്ടിപ്പ്. കാര്യം വെച്ചാൽ എനിക്ക് മുമ്പുള്ള വിശ്വാസം ഇതായിരുന്നു, ഈ പിഴച്ച വാദമായിരുന്നു എന്റെ വിശ്വാസം, എന്നിട്ട് ഇപ്പോ മനസ്സ് തൗബ ചെയ്തു എന്നാ. തൗബ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ ഒരു തട്ടിപ്പ്. കാര്യം വെച്ചാൽ എനിക്ക് മുമ്പുള്ള വിശ്വാസം ഇതായിരുന്നു, ഈ പിഴച്ച വാദമായിരുന്നു എന്റെ വിശ്വാസം, എന്നിട്ട് ഇപ്പോ മനസ്സ് തൗബ ചെയ്തു എന്നാ. വീണ്ടും ന്യായീകരിച്ച് വെട്ടിലായ മുസ്ലിയാർ തെറ്റു ചെയ്യാതെയും തൗബ ചെയ്യാം എന്ന് പറഞ്ഞ് വഷളാകുന്ന രംഗവും നിങ്ങൾ കാണുക. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അത് വിശ്വാസികൾക്ക് ബാധകമുള്ളൂ, മനസ്സിലായില്ലേ? ഈമാനുള്ളവരെ നിങ്ങൾ തൗബ ചെയ്തോളാൻ പറഞ്ഞത്. ഇനി ഈ രൂപത്തിൽ തെറ്റ് ചെയ്തിട്ട് കുഫറിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ആ രൂപത്തിൽ വാദമുന്നയിച്ചിട്ടുണ്ടെങ്കിൽ, അബദ്ധം പറഞ്ഞിട്ടെങ്കിൽ അവർക്കും തൗബ ചെയ്യാം. അള്ളാന്റെ തൗഫീഖ് ഉണ്ടാകണം എന്ന് മാത്രം. തെറ്റ് ചെയ്താലേ തൗബ ചെയ്യാൻ പാടുന്ന ആരാ പറഞ്ഞത്? അങ്ങനെ നിയമം തന്നെ ഇസ്ലാമിലില്ല. തെറ്റ് ചെയ്താലേ തൗബ ചെയ്യാൻ പാടുന്ന ആരാ പറഞ്ഞത്? അങ്ങനെ നിയമം തന്നെ ഇസ്ലാമിലില്ല. അള്ളാന്റെ റസൂൽ എല്ലാ ദിവസവും 100 പ്രാവശ്യം തൗബ ചെയ്യുമായിരുന്നു ഹദീസിൽ കാണാം. തെറ്റ് ചെയ്തിട്ടല്ല, ദിവസവും 100 പ്രാവശ്യം തൗബ ചെയ്യുമായിരുന്നു എന്ന് ഹദീസിലുണ്ട്. മാത്രമല്ല മാന്യ സഹോദരങ്ങളെ, ഞാൻ എന്താ പറഞ്ഞത്? എന്റെ ഏതെങ്കിലും പരാമർശം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പരസ്യമായി മാപ്പ് ചോദിക്കുന്നു. ഇന്നും ചോദിക്കുന്നു, അന്നും ചോദിക്കുന്നു. ഞാൻ തെറ്റ് തിരുത്തുകയാണ്, അള്ളാഹുവിനോട് തൗബ ചെയ്യുകയാണ്. ഇസ്ലാഹി പ്രവർത്തകർ ഇതിൽ ഏത് വിശ്വസിക്കണം? തൗബ ചെയ്തുവെന്നോ തൗബ ചെയ്തിട്ടില്ല ആരോപണമാണെന്നോ, അതല്ല തെറ്റ് ചെയ്യാതെ തൗബ ചെയ്തതാണെന്നോ ചിന്തിക്കുന്നവർ സത്യം ഗ്രഹിക്കട്ടെ. ഞാൻ പറയുന്നു ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ,
ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, ഞങ്ങൾ തൗബ ചെയ്യുന്നു പരസ്യമായും രഹസ്യമായും. തൗബ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്റെ പേരിൽ ഒരു തട്ടിപ്പ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മുമ്പുള്ള വിശ്വാസം ഇതായിരുന്നു, ഈ പിഴച്ച വാദമായിരുന്നു എന്റെ വിശ്വാസം, എന്നിട്ട് ഇപ്പോ മനസ്സ് തൗബ ചെയ്തു എന്നാ. തെറ്റ് ചെയ്താലേ തൗബ ചെയ്യാൻ പാടുന്ന ആരാ പറഞ്ഞത്? അങ്ങനെ നിയമം തന്നെ ഇസ്ലാമിലില്ല. തെറ്റ് ചെയ്താലേ തൗബ ചെയ്യാൻ പാടുന്ന ആരാ പറഞ്ഞത്? അങ്ങനെ നിയമം തന്നെ ഇസ്ലാമിലില്ല.